ഹായ്. ഇപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ക്ഷമ അഥവാ പേഷ്യൻസ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് എന്നും പറയാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും പറയാം. മറ്റൊരു തരത്തിൽ നോക്കിയാൽ നേടിയിട്ടില്ലാത്തത് എന്നും പറയാം. ഒരു വിഭാഗം ആളുകൾ ക്ഷമ ഇതുവരെ നേടിയിട്ടില്ല, മറ്റൊരു വിഭാഗം ആളുകൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുമുണ്ട്. അതിന് പല കാരണങ്ങളുമാകാം കേട്ടോ. ഞാനൊക്കെ ആദ്യത്തെ കാറ്റഗറിയാണ്, നേടിയിട്ടില്ലാത്ത കൂട്ടത്തിലുള്ളതാണ്. ക്ഷമ എന്ന് പറയുന്നത് എൻ്റെ 7 അയൽവക്കത്തൂടെ പോയിട്ടില്ലായിരുന്നു. ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ആണ് നമ്മൾ ഈ സാധനം പഠിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇത് അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. ഓരോരോ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, ക്ഷമ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാത്തിരിപ്പ് അല്ലെങ്കിൽ വെയിറ്റിംഗ് എന്ന് പറയും. അതൊരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ, ഒരു പൊസിഷൻ ആയിക്കോട്ടെ, ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടുണ്ട് അല്ലേ. ചില ആളുകൾ നമ്മളതിന് വേണ്ടിയിട്ട് 200% ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ നമുക്കത് കിട്ടുന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് ഗെയിനിങ് ദാറ്റ് തിങ്. നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എത്ര ക്ഷമയുള്ള ആളാണെന്ന് പറഞ്ഞാൽ അയാളുടെ ക്ഷമ നശിക്കും. അപ്പോൾ ക്ഷമയില്ലാത്ത ഒരാളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ കാത്തിരിക്കാൻ പറ്റാതെ വളരെ ഡെസ്പറേറ്റായിട്ട് അറ്റ് ദ വെരി ഫൈനൽ മൊമെൻറ്റ് നമ്മൾ ഡെസ്പറേറ്റായിട്ട് ഇനി ഇത് കിട്ടാനൊന്നും പോകണല്ലോ, വേറെ പണി നോക്കാം എന്ന് പറഞ്ഞ് പോകുന്ന ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഈ സാധനം കിട്ടും. ദർ ഇസ് എ ക്ലോസ്, ഇഫ് നിങ്ങൾ നിങ്ങളുടെ 100% ഇട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു വർത്ത് ദ വെയിറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ ആ കാത്തിരുന്നതിൻ്റെ ഫലം, ആ കാത്തിരുന്നതിനൊരു ഫലം ഉണ്ടായി എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഇറ്റ്സ് റിയലി അമേസിങ്. അല്ലെങ്കിൽ അതൊരു പ്രത്യേക അനുഭൂതിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ട്രസ്റ്റ് ആൻഡ് വെയിറ്റ് നമുക്ക് പലർക്കും പറ്റത്തില്ലാത്ത കാര്യമാണത്. വിശ്വസിക്കുക, കാത്തിരിക്കുക. നമ്മൾ നമ്മുടെ എബിലിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ കഴിവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിശ്വസിച്ച് നമ്മൾ ചെയ്യാനുള്ള പാർട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള സാധനം വന്നോളും. ഓക്കെ, അത് വരുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഒരു കാര്യമെങ്കിലും സാധാരണ മനുഷ്യർക്ക് നടക്കുന്നത് പോലെ ഈസി ആയിട്ടൊന്നും എനിക്ക് നടന്നിരുന്നെങ്കിൽ, ജീവിതത്തിൽ ഒരു കാര്യമെങ്കിലും, എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഒരു കാര്യം ഈസി ആയിട്ട് നടന്നിട്ടില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാനം ഭയങ്കരമായിട്ട് അങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആവും. ഒരു നിരാശയിലെത്തി കഴിയുമ്പോഴത്തേക്കുമായിരിക്കും സാധനം വരുന്നത്. അന്നേരം കിട്ടുന്ന ഒരു മധുരമുണ്ട്, ഒരു ഇരട്ടി മധുരമുണ്ട് ആ കിട്ടുന്ന സാധനത്തിന്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് വർത്ത് ദ വെയിറ്റ്. ആ കാത്തിരുന്നതിന് ഒരു ഫലം ഉണ്ടായി. ആ കാത്തിരുന്നത് ഒരിക്കലും മോശമായില്ല, അല്ലെങ്കിൽ നഷ്ടമായില്ല. ഞാൻ എൻ്റെ 100% ഇട്ടു. എനിക്കെൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫലമായിട്ട് ഐ വെയിറ്റ്. ഞാൻ അതിന് വേണ്ടിയിട്ട് കാത്തിരുന്നു. ഓക്കെ, അത്ര ക്ഷമയോടൊന്നുമല്ല എങ്കിലും ഞാൻ അവിടെ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിച്ചു. ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊരു അനുഭവം പറയാം. റീസെൻ്റായിട്ട് സംഭവിച്ചതാണ്. ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ഞാൻ ഡിസേർവിങ് ആണ്, ഞാനത് അർഹിക്കുന്നുണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതെനിക്ക് കിട്ടുന്നില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, നീ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കണേ, ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക് അഗെയിൻ. നീ ഒന്നുകൂടെ പോയി ചോദിക്കുക, കിട്ടും. അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ചോദിച്ചു. ഞാൻ എൻ്റെ കൺസേൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചോദിക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഐ ആം ജസ്റ്റ് ഗോണ വെയിറ്റ്. ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാണ്. അത് വരുന്നിടത്ത് വെച്ച് കാണട്ടെ. ഐ ട്രസ്റ്റ് മൈസെൽഫ്, ഐ ബിലീവ് ഇൻ മൈസെൽഫ്. ഓക്കെ, അന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ എന്തിനാ കാത്തിരിക്കണേ, വേറെ വല്ല പണിയും നോക്ക് എന്ന് പറഞ്ഞത്. വെൻ ഐ ഗോട്ട് ദാറ്റ് തിങ്,
ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചിരുന്നു എന്ന്. എൻ്റെ കഴിവിൽ എനിക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ഒരു പോയിൻ്റ് മറ്റൊരാൾക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വെയിറ്റായിരുന്നു അതിന് ഹെൽപ്പ് ചെയ്തത്. ഞാൻ എൻ്റെ കാത്തിരിപ്പായിരുന്നു, എൻ്റെ വെയിറ്റിംഗ്, എൻ്റെ കാത്തിരിപ്പായിരുന്നു അതിനെ ഹെൽപ്പ് ചെയ്തത്. സോ നമുക്കെപ്പോഴും ലൈഫിൽ വേണ്ടത് ആ ഒരു കാത്തിരിപ്പാണ്. ചുമ്മാതുള്ള കാത്തിരിപ്പല്ല, വിശ്വാസത്തോടു കൂടിയുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ. എനിക്ക് എന്നിൽ വിശ്വാസമാണ്, എനിക്ക് ആ പ്രോസസ്സിൽ വിശ്വാസമാണ്. ട്രസ്റ്റ് ദ പ്രോസസ്സ്. സം തിങ്സ് ടേക്സ് സം ടൈം. മോസ്റ്റ് ഓഫ് ദി തിങ്സ് ടേക്സ് ടൈം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. പല കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് സമയമുണ്ട്. ജസ്റ്റ് ഗീവ് ദ ടൈം ഫോർ ഇറ്റ് ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്സ്. നിങ്ങളുടെ പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇരുന്നൊന്ന് കാണുക. വാട്ട് ഈസ് ഇറ്റ് ഗോയിങ്, വാട്ട് ഈസ് ദ പ്രോസസ്സ് എന്ന് പറഞ്ഞ് നിങ്ങളൊന്നും ചെയ്യാതെ മൂലയ്ക്ക് കൈയും കെട്ടി മാറി നിന്ന് കഴിഞ്ഞിട്ട് അയ്യോ എനിക്കത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, ട്രസ്റ്റ് ദ പ്രോസസ്സ് ആൻഡ് വെയിറ്റ്. യു ആർ ഗോണ ഗെറ്റ് ഇറ്റ് ഇഫ് യു ഡിസേർവ് ഇറ്റ്, ഇഫ് യു ഹാവ് വർക്ക് ഫോർ ഇറ്റ്. നിങ്ങളതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് അർഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ എത്തും. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ അതിലും വലിയതെന്തോ. ഏത്? അപ്പല്ലേ പറഞ്ഞത്. ബൈ ബൈ.